സെപ്റ്റംബർ 28-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 25-ാം തീയതി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്, പ്രത്യേകിച്ചും സ്റ്റബിൾ ബേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂവിൽ. അപ്പോൾ സുപ്രീം കോടതി നിലവിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള CAQM എന്ന് പറയുന്ന, അതായത് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനോട് അവരോട് എന്ത് നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ സ്റ്റബിൾ ബേണിങ്ങിനെതിരെ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മേലെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. സുപ്രീം കോടതി എത്ര സീരിയസ് ആയിട്ടാണ് ആ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന CAQM എന്ന് പറയുന്ന ഈ ഒരു ബോഡിയെ, അതായത് ഈ ഒരു ഡൽഹി അല്ലെങ്കിൽ ആ ഒരു ഉത്തരേന്ത്യയിലെ ആ ഒരു എയർ പൊല്യൂഷനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡിയാണ്. ഈ ഒരു ബോഡിയോട് എന്താണ് നിങ്ങളെടുത്ത സ്റ്റെപ്പുകൾ, എന്താണ് നിങ്ങളെടുത്ത നടപടികൾ എന്നത് വ്യക്തമായി ചോദിക്കുകയാണ്. അതിന്റെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ അടുത്ത ഹിയറിംഗിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി മുന്നേയും റിപ്പോർട്ടുകൾ വാങ്ങിയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് ഇൻസിഡന്റുകൾ നിങ്ങളുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അത്തരത്തിലുള്ള വയലേറ്റേഴ്സിനെതിരെ എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുത്തതെന്നാണ് CAQM റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ കൂടിയുണ്ട്, നമ്മൾ അതുകൂടി നോക്കുമ്പോൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു വാർത്ത ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സുപ്രീം കോടതി ഈ ഡൽഹി എയർ പൊല്യൂഷൻ വിഷയത്തിൽ നന്നായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ടാണ്. റേഡിയോ ജെറ്റുകളും ഇന്റർസ്റ്റെല്ലാർ ഗ്യാസുകളും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു റേഡിയോ ജെറ്റുകൾ, ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ്, എന്താണ് IIA-യുടെ കണ്ടുപിടുത്തം എന്നുള്ളത്. അപ്പോൾ IIA-യുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ ഇന്ത്യയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ ഒരു കണ്ടെത്തം എന്ന് വെച്ചാൽ ഒരു ഡ്വാർഫ് ഗാലക്സി ഉണ്ട്. ആ ഒരു ഡ്വാർഫ് ഗാലക്സി എന്നുള്ള റേഡിയോ ജെറ്റുകൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഗ്യാസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു റേഡിയോ ജെറ്റുകൾ, പ്രത്യേകിച്ചും ഒരു ഡ്വാർഫ് ഗാലക്സിയിൽ നിന്ന് ഇത്തരത്തിലുള്ള റേഡിയോ ജെറ്റ് വരും. ആ റേഡിയോ ജെറ്റ് അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഗ്യാസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും കാണുന്നതായിട്ടുള്ളത്. സാധാരണ വലിയ വലിയ ഗാലക്സികളിൽ നിന്ന്, വലിയ മാസീവ് ബ്ലാക്ക് ഹോളിൽ നിന്നും ഇത്തരത്തിലുള്ള ജെറ്റുകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഒരു ഡ്വാർഫ് അല്ലെങ്കിൽ ഒരു കുള്ളൻ ഗാലക്സിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചെറിയൊരു ഗാലക്സിയിൽ നിന്ന് സംഭവിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് എങ്ങനെയാണ് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊരു നക്ഷത്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചതിനെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തലായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റേഡിയോ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഗാലക്സിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഗാലക്സിയുടെ സെന്ററിൽ നിന്ന് കുറെ മെറ്റീരിയലിനെ അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയാണ്, ഇജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഏകദേശം ലൈറ്റിന്റെ അതേ സ്പീഡിലേക്ക് പോകും. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയോ വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജെറ്റ് സ്ട്രീം അല്ലെങ്കിൽ ജെറ്റ് ഓഫ് മെറ്റീരിയൽസ് അത് റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ റേഡിയോ ജെറ്റ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കുക, ഗാലക്സിയുടെ സെന്ററിൽ നിന്നാണ്. സം ഗാലക്സീസ്, എല്ലാ ഗാലക്സീസും പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. സം ഗാലക്സീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധാരണ വലിയ ഗാലക്സീസും ബ്ലാക്ക് ഹോൾ നിന്നൊക്കെയാണ് വരുന്നതായിട്ടുള്ളത്. അത് ചില ഗാലക്സീസ് ആണ്, എല്ലാ ഗാലക്സീസിനും പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. ഇവിടെ ഡ്വാർഫ് ഗാലക്സീസ് കണ്ടെത്തിയാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഡിയോ വേവ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. റേഡിയോ ടെലിസ്കോപ്പിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇതിനെ റേഡിയോ ജെറ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇനി ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഗ്യാസിനെയാണ്, അതായത് ഗാലക്സികൾക്ക് ഇടയിലുള്ള സ്പേസിൽ ഉള്ള ഗ്യാസസിനെയാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. സാധാരണ നക്ഷത്രങ്ങളുടെ ഒക്കെ രൂപീകരണം നടക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസുകളിൽ നിന്നാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റോക്ക് ഫോർമേഷനിൽ, അല്ലെങ്കിൽ സ്റ്റാർ ഫോർമേഷനിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ഈ ഒരു ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് ആണ്. ഇത് ഈ ഒരു ബ്ലാക്ക് ഹോളുമായിട്ടും ഇത്തരത്തിലുള്ള ജെറ്റുകളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവിടെ നക്ഷത്രങ്ങളൊക്കെ രൂപപ്പെടുന്നതെന്നാണ് കരുതി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ഡ്വാർഫ് ഗാലക്സിയിൽ നിന്ന് ഇത്തരത്തിലുള്ള റേഡിയോ ജെറ്റ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതും ഇന്ററാക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും ഹൈഡ്രജൻ ആയിരിക്കും, അതിന്റെ ന്യൂട്രൽ ഫോമിലായിരിക്കും എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ റേഡിയോ ടെലിസ്കോപ്പുകൾക്ക് ഈ ഒരു ന്യൂട്രൽ ഹൈഡ്രജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് അത് റേഡിയേഷൻ, പ്രത്യേകിച്ച് വേവ് ലെങ്ത് 21 സെന്റിമീറ്റർ വേവ് ലെങ്ത്തിലാണ് അത് എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേവ് ലെങ്ത് റേഡിയേഷൻ റേഞ്ചിൽ വരുന്നതുകൊണ്ട് അത് റേഡിയോ വേവിന്റെ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അത്
കണ്ടുപിടിക്കാൻ പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇന്റർസ്റ്റെല്ലാർ ഗ്യാസും റേഡിയോ ജെറ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ കണ്ടെത്തിയത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ബെയിലിൽ ഉണ്ടാവുന്ന ഡിലേയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബെയിൽ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് ഓർത്തു വെക്കുക. കാരണം സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്, വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ട ബെയിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ബെയിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് എഡിറ്റോറിയൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ഒരു ബെയിൽ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബെയിൽ എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സംഷൻ എന്നുള്ളത്. ജയിൽ ഈസ് ആൻ എക്സംഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നോർമലി ഒരാൾക്ക് ബെയിൽ കൊടുക്കുകയാണ് വേണ്ടത്, എക്സെപ്റ്റഡ് കേസുകളിൽ മാത്രമാണ് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുക, ജയിലിലേക്ക് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലീഗൽ റിലീഫാണ് ബെയിൽ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഓർത്ത് വെക്കുക അതൊരു റൈറ്റ് അല്ല എന്ന് ഓർത്ത് വെക്കേണ്ടത്. അതൊരു റൈറ്റ് അല്ല. റൈറ്റ് ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്, റൈറ്റ് അല്ല. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീഗൽ റിലീഫാണ്. കാരണം പോലീസിന് അന്വേഷിച്ച് കോടതിയിലെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അറസ്റ്റ് ചെയ്ത ആളെ അത്രയും കാലം അയാൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിട്ട് പോലില്ല. സോ അയാളെ ജയിലിൽ അടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെളിവുകൾ പോലീസ് സമാഹരിച്ച് അത് കോടതിയിൽ ഹാജരാക്കുന്നവരെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കുകയും അതുവരെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബെയിലിൽ കൊടുക്കുന്ന ഒരാൾ രാജ്യം വിട്ടുകൂടാ, അദ്ദേഹം തെളിവ് നശിപ്പിച്ചുകൂടാ, അദ്ദേഹം വിക്ടിംസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാക്ഷികളെ സ്വാധീനിച്ചുകൂടാ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. എന്നാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് റൂളിംഗ് പാർട്ടി ഇതിനൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യും, ബെയിൽ കൊടുക്കാതിരിക്കും. കാരണം ഇൻ കേസ് അറസ്റ്റ് ചെയ്ത ഒരാളെ ബെയിലിൽ വിടുകയാണെങ്കിൽ അത് പാർട്ടി മെമ്പേഴ്സിന്റെ ഇടയിൽ വലിയ സെലിബ്രേഷൻ ആയി മാറും. ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാളിനെ റിലീസ് ചെയ്തപ്പോൾ അത് വലിയ സെലിബ്രേഷൻ ആയിരുന്നു. അതായത് ഇ ഡിയുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച വന്നു, അവർ തെറ്റായിട്ടാണ് അറസ്റ്റ് ചെയ്തത്, അങ്ങനെയാണ് കോടതി ഇടപെട്ടതെന്നൊക്കെയുള്ള രീതിയിലാണ് ഇന്റർപ്രിട്ടേഷൻ വരിക എന്നുള്ളത്. അപ്പോൾ ചില കേസുകളുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ചാർജസ് ഉണ്ട്, മണി ലോണ്ടറിങ്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത്തരം കേസുകളിലാണ് ബെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഡൗട്ടായി പോകുന്നത്. പ്രത്യേകിച്ചും ഈ കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന വളരെ ഹീനമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അപ്പൊ അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ജാമ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പോലീസ് അന്വേഷിച്ച് അല്ലെങ്കിൽ നടപടി എടുക്കുന്നത് വരെ വളരെ ലോങ് ആയിട്ട് ഇംപ്രിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് 6 മാസം 9 മാസം 1 വർഷമൊക്കെ ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരാളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെ. ഒരാളെ പോലീസ് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തുന്നത് വരെ ജയിലിൽ അടക്കുക, എന്നിട്ട് അവസാനം പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചിലപ്പോൾ കോടതി അയാളെ കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ അത്രയും കാലം അയാൾ പിന്നെ എന്തിനാണ് ജയിലിൽ കഴിഞ്ഞത് എന്നുള്ളതൊരു ചോദ്യമല്ലേ. അതുകൊണ്ട് തന്നെ കോടതികൾ ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് ബെയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അവരുടെ ഫോക്കസ് പ്രധാനമായിട്ടും ബെയിൽ നൽകുക, അതായത് അവരുടെ അവകാശത്തെ അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന അവകാശത്തെ സംരക്ഷിക്കുക. അതായത് ബെയിൽ ഒരു റൈറ്റ് അല്ല, പക്ഷെ അവരുടെ പേഴ്സണൽ ലിബർട്ടി സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നത് സംരക്ഷിക്കുക എന്നുള്ള അവസരത്തിൽ ഇപ്പോൾ ബെയിൽ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. വളരെ എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമാണ് എന്താ റിമാൻഡിലേക്കോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്കോ വിടാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നുള്ള കാര്യങ്ങളിൽ ഈ ഒരു ഒഫൻസസ് ഇൻവോൾവ് എന്താണോ അവർ ചെയ്യുന്ന കുറ്റം എന്നുള്ളത് നോക്കിയിട്ടാണ് അവർക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ബെയിൽ ഡിനൈ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് ഏതൊരാൾക്കും, അത് പൊളിറ്റിക്കൽ ലീഡർ ആയിക്കോട്ടെ ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, അവർക്ക് ഫെയർ ട്രയലിന് അവകാശമുണ്ട്. അവർക്ക് അതേപോലെ തന്നെ വിക്ടിംസിന് ജസ്റ്റിസ്, നീതിക്കും അവകാശമുണ്ട്. അപ്പോൾ അതിൽ ഒരിക്കലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ബെയിൽ കൊടുക്കുന്ന വിഷയത്തിൽ എന്നുള്ളതാണ് ഇവിടെ എഡിറ്റോറിയൽ പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ ഓൾറെഡി സുപ്രീം കോടതി ആ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത്. അപ്പോൾ ഈ വിന്റർ ടൈം ആവുമ്പോൾ, ഇപ്പം നമ്മൾ ഏത് മാസം, ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്.
ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.